Hi everybody, Calicut University, first semester English, BA English program. The paper name is Introduction to the World of Literature. So when we come to this paper, today we are going to discuss the chapter In the Pale Moonlight. So when we come to this chapter, it's clear that this is a film. ഈ ഒരു സിനിമ ആദ്യം ഫിലിം എന്ന് പറയുന്നത് പല ടൈപ്പ് ഫിലിംസ് ഉണ്ട് അല്ലേ, ഹൊറർ ഫിലിംസ് ഉണ്ട്, അതുപോലെ തന്നെ ഫാൻറ്റസി ഫിലിംസ് ഉണ്ട്, ക്രൈം ത്രില്ലർ ഫിലിംസ് ഉണ്ട്, സയൻസ് ഫിക്ഷൻ ഫിലിംസ് ഉണ്ട്. ഇതിൽ ഞാൻ ഏറ്റവും അവസാനം പറഞ്ഞ സയൻസ് ഫിക്ഷൻ ഫിലിം എന്ന കാറ്റഗറിയിൽ പെടുന്ന ഒരു ടെലിവിഷൻ സീരീസ് അതായിരുന്നു സ്റ്റാർ ട്രെക്ക് ഡീപ്പ് സ്പേസ് 9 എന്ന് പറയുന്ന വിക്ടർ ലോബൽ ഡയറക്റ്റ് ചെയ്ത ഒരു ഫിലിം. ആ ഫിലിമിൻ്റെ 19th എപ്പിസോഡ്, അതായത് 6th സീസണിലെ 19th എപ്പിസോഡ്, അതിൻ്റെ പേരാണ് ഇൻ ദ പെയിൽ മൂൺ ലൈറ്റ്. ആ ഒരു ഭാഗമാണ് നമുക്കും പഠിക്കാനുള്ളത്. സോ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഒരു ഫിലിമാണ്. സോ ആ ഒരു ഫിലിമിൻ്റെ ഒരു ബ്രീഫ് വേർഷനാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതായത് ഈ പറയുന്ന ഇൻ ദ പെയിൽ മൂൺ ലൈറ്റ് എന്ന ചാപ്റ്ററിൻ്റെ ഒരു ബ്രീഫ് സമ്മറി ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ലെറ്റ്സ് ഗോ ടു ദ ക്ലാസ്. സ്റ്റുഡൻസ്, നൗ ലെറ്റ്സ് ഡിസ്കസ് ദിസ് ചാപ്റ്റർ. സോ ഫസ്റ്റ് ഓഫ് ഓൾ ആദ്യം ഒന്ന് ഓർമ്മപ്പെടുത്താനുള്ളത്, ഈ ഒരു ചാപ്റ്റർ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് പലപ്പോഴും ഒരു കണക്ഷൻ എവിടെയോ മിസ്സാവുന്ന പോലെയൊക്കെ തോന്നും. അതിൻ്റെ റീസൺ എന്ന് പറയുന്നത് ഇതൊരു ടെലിവിഷൻ സീരീസാണ്, വലിയൊരു ടെലിവിഷൻ സീരീസാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമാണ് നമുക്ക് പഠിക്കാനുള്ളത്. സോ അതുകൊണ്ട് തന്നെ ഒരു കണ്ടിന്യൂഷൻ നമുക്ക് കിട്ടാത്തത് കൊണ്ട് അതിൻ്റേതായൊരു പ്രയാസം നിങ്ങൾക്ക് ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ ഷോർട്ടായും വളരെ ലളിതമായുമാണ് നമ്മൾ ഈ ഒരു ചാപ്റ്റർ, നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലെ ഈ ഒരു ചാപ്റ്റർ ഡിസ്കസ് ചെയ്യുന്നത്. സോ നോക്കാം. So first of all, the series explored the conflict between the Cardassians and Bajorans and the Dominion War. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇതിൻ്റെ ഒരു പിന്നെ ആംബിയൻസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത് വാറാണ്. ഓക്കെ, വാർ ഓർ കോൺഫ്ലിക്റ്റ് ബിറ്റ്വീൻ കർഡാസിയൻസ് ആൻഡ് ബജോറൻസ്. എന്താണ് ഈ കർഡോസിയൻസ്, ബജോറൻസ്, ഡൊമിനിയൻ എന്നൊക്കെ വെച്ചാൽ എന്താണ് നോക്കൂ. കർഡാസിയൻസ് എന്ന് പറയുന്നത് ഹ്യൂമനോയിഡ് സ്പീഷീസ് ഫ്രം ദ പ്ലാനറ്റ് കർഡാസിയ. ബജോറൻസ് എന്ന് പറയുന്നത് ഹ്യൂമനോയിഡ് സ്പീഷീസ് ഫ്രം ദ പ്ലാനറ്റ് ബജോർ. അപ്പോൾ ഈ ഹ്യൂമനോയിഡ് സ്പീഷീസ് എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നോൺ ഹ്യൂമൻ എൻറ്റിറ്റി വിത്ത് ഹ്യൂമൻ ഫോം. മനുഷ്യരല്ല, പക്ഷേ മനുഷ്യരുടെ ഫോമിലുള്ള സ്പീഷീസ്. സോ അവരാണ് ഇതിലുള്ള ക്യാരക്ടേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ കർഡാസിയൻസ് എന്ന് പറയുന്നത് കർഡാസിയ എന്നുള്ള പ്ലാനറ്റിലെ ഹ്യൂമനോയിഡ് സ്പീഷീസാണ്. ബജോറൻസ് എന്ന് പറയുന്നത് ബജോർ എന്ന പ്ലാനറ്റിലെ ഹ്യൂമനോയിഡ് സ്പീഷീസാണ്. ഡൊമിനിയൻ എന്ന് പറയുന്നത് ഇറ്റ്സ് എ പവർഫുൾ എംപയർ. ദെൻ ഇൻ ദി പെയിൽ മൂൺ ലൈറ്റ്, ദിസ് ഈസ് ദ 19th എപ്പിസോഡ് ഇൻ ദ 6th സീസൺ ഡയറക്റ്റഡ് ബൈ വിക്ടർ ലോബൽ. നമ്മൾ ഇൻട്രൊഡക്ഷനിൽ ആ കാര്യം പറഞ്ഞതാണ്, അതുകൊണ്ട് ഞാൻ വീണ്ടും അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ നിൽക്കുന്നില്ല. സോ ദർ ഈസ് ക്യാപ്റ്റൻ സിസ്കോ. ഹീ ഈസ് ദ മെയിൻ ക്യാരക്ടർ ഇൻ ദ പെയിൽ മൂൺ ലൈറ്റ്. സോ ക്യാപ്റ്റൻ സിസ്കോ അണ്ടർസ്റ്റാൻഡ്സ് ദാറ്റ് ദ കീ ടു വിന്നിങ് വാർ ഈസ് ടു പെർസുവേഡ് ദ റോമുലൻസ് ടു അബാൻഡൻ ദെയർ നോൺ അഗ്രഷൻ പാക്ട്. അതായത് ക്യാപ്റ്റൻ സിസ്കോ ഒരു കാര്യം മനസ്സിലാക്കുകയാണ്. എന്താ മനസ്സിലാക്കുന്നതെന്ന് വെച്ചാൽ, യുദ്ധം നടക്കുകയാണ്. അപ്പോൾ ആ ഒരു യുദ്ധത്തിൽ ജയിക്കാനുള്ളൊരു കീ എന്ന് പറയുന്നത് എന്താണ്? റോമുലൻസിനെ പേഴ്സ്യൂഡ്. റോമുലൻസ് എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഹ്യൂമനോയിഡ് സ്പീഷീസാണ് കേട്ടോ. റോമുലസ് എന്നുള്ള പ്ലാനറ്റിലെ ഹ്യൂമനോയിഡ് സ്പീഷീസാണ്. അപ്പോൾ അവരിപ്പോൾ സമാധാനപ്രിയരാണ്. അപ്പോൾ അവരുടെ ഒരു നോൺ അഗ്രഷൻ പാക്റ്റാണ് അവരിപ്പോൾ ഫോളോ ചെയ്യുന്നത്, അല്ലെങ്കിൽ നോൺ വയലൻറ്റ് ബിഹേവിയറാണ് ഇപ്പോൾ അവർ ഫോളോ ചെയ്യുന്നത്. അപ്പോൾ അതങ്ങ് മാറ്റുക, അതങ്ങ് ഒഴിവാക്കുക, പകരം അവരിൽ അഗ്രഷൻ കൊണ്ടുവരിക എന്നുള്ളതാണ് ഈ ഒരു വാറിൽ ജയിക്കാനുള്ളൊരു ടിപ്പ് എന്നുള്ളത് ആര് മനസ്സിലാക്കുകയാണ്? ക്യാപ്റ്റൻ സിസ്കോ മനസ്സിലാക്കുന്നു. ടു അച്ചീവ് ദിസ്, ഈ ഒരു കാര്യം അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹി റിക്രൂട്ട്സ് ഗാരക് ടു ഫാബ്രിക്കേറ്റ് എവിഡൻസ് ഫ്രം കർഡാസിയ ദാറ്റ് വിൽ സ്വേ റോമുലൻസ് ടു എൻറ്റർ ദി കോൺഫ്ലിക്റ്റ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ലക്ഷ്യത്തിന് വേണ്ടിയിട്ട് അദ്ദേഹം ഗാരക്കിനെ റിക്രൂട്ട് ചെയ്യുന്നുണ്ട്. ഗാരക് എന്ന് പറയുന്ന വ്യക്തിയെ റിക്രൂട്ട് ചെയ്യുന്നു.
അദ്ദേഹം എന്തിനു വേണ്ടിയിട്ടാണെന്ന് വെച്ചാൽ ടു ഫാബ്രിക്കേറ്റ് എവിഡൻസ് ഫ്രം കർഡാസിയയിൽ നിന്നും ഫാബ്രിക്കേറ്റ് എവിഡൻസുകൾ സാധനങ്ങളൊക്കെ കൊണ്ടുവന്ന് ഈ പറഞ്ഞതുപോലെ തന്നെ അവിടെ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. ദാറ്റ് വിൽ സ്വേ റോമുലൻസ് ടു എൻ്റർ ദി കോൺഫ്ലിക്റ്റ്. അപ്പോൾ അതിങ്ങനെ ചെയ്യുന്ന സമയത്ത് റോമുലൻസ് പ്രകോപിതരാവുകയും അവർ യുദ്ധത്തിൽ പ്രവേശിക്കുകയും ചെയ്യുമെന്നാണ് ഇയാൾ മനസ്സിലാക്കി വെക്കുന്നത്. ആൻഡ് നമ്മളിപ്പോൾ ഈ പറഞ്ഞല്ലോ, ഈ ഒരു ക്യാപ്റ്റൻ സിസ്കോ ആണ് ഇതിൽ മെയിൻ ക്യാരക്ടർ എന്ന് പറയുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ഇമോഷനും ഡിലമ്മയും ഒക്കെയാണ് ഇതിൽ ഡിസ്കസ് ചെയ്യുന്നത്. ക്യാപ്റ്റൻ സിസ്കോ ഹീ ഡിഡ് ദ റോങ് തിങ്സ് ഫോർ ഹിസ് ഓൺ റൈറ്റ് റീസൺസ്. അപ്പോൾ അദ്ദേഹത്തിന് ശരിയെന്ന് തോന്നുന്ന ചില കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് അദ്ദേഹം കുറേ തെറ്റായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഓക്കെ. ആൻഡ് സിസ്കോ ടേക്സ് ഷോർട്ട് കട്ട്സ്. അദ്ദേഹം കുറച്ച് ഷോർട്ട് കട്ടുകൾ എടുക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ പൊസിഷനും പദവിയും ക്യാരക്ടറൊക്കെ മറന്ന് അദ്ദേഹം ചില ഷോർട്ട് കട്ടുകൾ എടുക്കുന്നുണ്ട്. ആൻഡ് ഓഫേഴ്സ് ബ്രൈബ്, കൈക്കൂലി വാഗ്ദാനം ചെയ്യുന്നുണ്ട്. ആ രീതിയിൽ കാര്യങ്ങൾ സാധിക്കാൻ നോക്കുന്നുണ്ട്. ആൻഡ് അതുപോലെ തന്നെ വർക്ക് വിത്ത് ക്രിമിനൽസ്. അപ്പോൾ ക്രിമിനൽ പശ്ചാത്തലമുള്ള ആൾക്കാരുടെ കൂടെ അദ്ദേഹം പിന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. ആൻഡ് കീപ്സ് ദ ട്രൂത്ത് ഫ്രം ഹിസ് ഫ്രണ്ട്സ്. തൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് നിന്നും ചില സത്യങ്ങൾ അദ്ദേഹം മറച്ചു വയ്ക്കുന്നുണ്ട്. അങ്ങനെ ഒരുപാട് മിസ്റ്റേക്കുകൾ അദ്ദേഹം ചെയ്യുന്നുണ്ട്. ഓക്കെ. ആൻഡ് ദ എത്തിക്കൽ ആൻഡ് മോറൽ ഡിലമ്മ ഫേസ്ഡ് ബൈ സിസ്കോ ഈസ് ദ സെൻട്രൽ ടു ദി പ്ലോട്ട്. അതായത് ഈ ഒരു പ്ലോട്ടിൻ്റെ നമുക്ക് ഈ പഠിക്കാനുള്ള ഒരു ചാപ്റ്ററിൻ്റെ സെൻട്രൽ എന്ന് പറയുന്നത് ഇദ്ദേഹം അനുഭവിക്കുന്ന ഒരു എത്തിക്കൽ ആൻഡ് മോറൽ ഡിലമ്മ. ഈ ഡിലമ്മ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ധർമ്മസങ്കടം. അപ്പോൾ അദ്ദേഹത്തിന് ഒരു കുറ്റബോധവും തോന്നുന്നുണ്ട്, പക്ഷേ ഇദ്ദേഹത്തിന് ചെയ്തതൊക്കെ ശരിയാണെന്നുള്ള തോന്നലും അദ്ദേഹത്തിനുണ്ട്. ആ പറയുന്ന ഒരു വല്ലാത്തൊരു അവസ്ഥ, ഇൻ ബിറ്റ്വീൻ ടു എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ഒരു അവസ്ഥയൊക്കെ ഇതിൽ പറയുന്നുണ്ട് എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ഓക്കെ. ഇനി നമ്മളിതിൻ്റെ ഒരു പ്ലോട്ടിലേക്ക് വരുന്ന സമയത്ത് ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മളതിനെ ഒരു ബ്രീഫായിട്ട് നമ്മളതിനെ ഡിസ്കസ് ചെയ്യുകയാണ് ചെയ്തു പോകുന്നത്. സോ ഫസ്റ്റ് ഓഫ് ആൾ നോക്കൂ, ക്യാപ്റ്റൻ സിസ്കോ റിഫ്ലെക്ട്സ് ഓൺ ഹിസ് ഡിസിഷൻ ടു ഇൻവോൾവ് ദ റോമുലൻസ് ഇൻ ദ വാർ അഗെയിൻസ്റ്റ് ദ റൂൾ. സോ ക്യാപ്റ്റൻ സിസ്കോ എന്ത് ചെയ്യാണ്? ക്യാപ്റ്റൻ സിസ്കോ റിഫ്ലെക്ട്സ് ഓൺ ഹിസ് ഡിസിഷൻ ടു ഇൻവോൾവ് ദ റോമുലൻസിനെ ഇതിൽ പിന്നെ ഉൾപ്പെടുത്താൻ, ഈ ഒരു വാറിൽ ഉൾപ്പെടുത്താനുള്ള ശ്രമങ്ങൾ അദ്ദേഹം നടത്തുകയാണ്. ഹി ബിലീവ്സ് ഇറ്റ് വിൽ ഹെൽപ്പ് ഫോർ ടേണിങ് ദ ടൈഡ്. അപ്പോൾ ഈ ഒരു യുദ്ധം കൊഴുക്കാൻ, അല്ലെങ്കിൽ ഈ ഒരു യുദ്ധം അതിൻ്റെ ഒരു ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വിൻ ചെയ്യാനൊരു കീ എന്ന് പറയുന്നത് ഇവരാണ് എന്നുള്ളൊരു കാര്യം അദ്ദേഹം ഉറച്ച് വിശ്വസിക്കുന്നു. ഹൗവെവർ ദ റോമുലൻസ് റിമെയിൻ മെയിൻറ്റെയിനിങ് എ നോൺ വയലൻറ്റ് ബിഹേവിയർ. പക്ഷേ ഈ റോമുലൻസ് ആവട്ടെ ഒരു നോൺ വയലൻറ്റ് ബിഹേവിയറാണ് അവർക്കുള്ളത്. ഓക്കെ, അവരൊരു നോൺ വയലൻറ്റ് ബിഹേവിയറാണ് അവർ കീപ്പ് ചെയ്യുന്നത്. അവർ ഒരു അഗ്രഷനിലേക്ക് അവരെത്തിയിട്ടില്ല. ഡാക്സ് എന്ന് പറയുന്ന ഒരു ക്യാരക്ടറാണ്. ഡാക്സ് അഡ്വൈസസ് സിസ്കോ ടു സെക്യൂർ ദെയർ ഇൻവോൾവ്മെൻറ്റ് ആൻഡ് ഹി ടേൺസ് ടു ഗാരക് ഫോർ ഹെൽപ്പ്. ഇപ്പോൾ ഡാക്സും പറയുന്നുണ്ട് അവരുടെ ഇൻവോൾവ്മെൻറ്റ് ഇതിൽ വാറിൽ കൊണ്ടുവരണം എന്നുള്ള കാര്യം. അങ്ങനെ അദ്ദേഹം ഗാരക്കിനെ സമീപിക്കുകയാണ് സഹായത്തിന് വേണ്ടിയിട്ട്. ഈവൻ ദോ ദർ ഈസ് ഗാരക്സ് വാർണിങ്സ്, സിസ്കോ ഈസ് വില്ലിംഗ് ടു ടേക്ക് റിസ്ക്. അപ്പോൾ അദ്ദേഹം റിസ്ക് എടുക്കാൻ തയ്യാറാവുകയാണ്. അതായത് ഗാരക്ക് ആദ്യം വാൺ ചെയ്തെങ്കിൽ പോലും സിസ്കോ എന്ത് ചെയ്യുകയാണ്, ആ ഒരു റിസ്ക്, അതായത് ഇവരെ എങ്ങനെയെങ്കിലും വാറിലേക്ക് ഉൾപ്പെടുത്തുക എന്നുള്ളൊരു കാര്യം, അതായത് ഈ പറയുന്ന ഹ്യൂമനോയിഡ് സ്പീഷീസ്, റോമുലൻസ് എന്ന് പറയുന്ന ഹ്യൂമനോയിഡ് സ്പീഷീസിനെ കൂടി യുദ്ധത്തിലേക്ക്, വാറിലേക്ക് കൊണ്ടുവരിക എന്നുള്ളൊരു കാര്യം, അതെന്ത് റിസ്ക് എടുത്തിട്ടും ചെയ്യാൻ ഇയാൾ തയ്യാറാവുകയാണ്. ഗാരക് എ വയേർഡ് പസിലിംഗ് ആൻഡ് അൺഎക്സ്പെക്റ്റഡ് ക്യാരക്ടർ. ഇതിലുള്ള ഒരു ക്യാരക്ടറാണ് ഗാരക് എന്ന് പറയുന്നത്. ഒരു വയേർഡ് ആയിട്ടുള്ള, ഒരു പസിലിംഗ് ആയിട്ടുള്ള, ഒരു നമുക്ക് പലപ്പോഴും പിടികിട്ടാത്തൊരു ക്യാരക്ടറാണ് ഗാരക് എന്ന് പറയുന്നത്. ഒരു അൺഎക്സ്പെക്റ്റഡ് ക്യാരക്ടറാണ്. റിഫ്ലെക്ട്സ് ഓൺ ഹിസ് ഫാദേഴ്സ് വേർഡ്സ് അബൌട്ട് ഗുഡ് ഇൻറ്റൻഷൻസ്. ഇപ്പോൾ തൻ്റെ പിതാവിൻ്റെ വാക്കുകൾ, അതായത് അബൌട്ട് ഗുഡ് ഇൻറ്റൻഷൻസ്, നല്ല ഉദ്ദേശലക്ഷ്യങ്ങളെക്കുറിച്ചുള്ള വാക്കുകളൊക്കെ മനസ്സിൽ കൊണ്ട് നടക്കുന്ന ഒരാളാണ്. വിച്ച് സ്റ്റിർ അപ്പ് ഇൻട്രസ്റ്റ് ഇൻ സിസ്കോ. അപ്പോൾ ഇദ്ദേഹത്തിന് കാണുന്ന സമയത്താണ് സിസ്കോയ്ക്ക് ഒരു ഇൻട്രസ്റ്റ് തോന്നുന്നത്. ഈ പറയുന്ന ഗാരക്കിൽ ഒരു ഇൻട്രസ്റ്റ്, ഗാരക്കിൻ്റെ ക്യാരക്ടറിലൊക്കെ ഒരു സ്പെഷ്യാലിറ്റി തോന്നുകയാണ്. ഹീ ബിലീവ്ഡ് ദ വാൾസ് കാഷ്വാലിറ്റീസ് മേക്ക് ദ എൻഡ്സ് ജസ്റ്റിഫൈ. അദ്ദേഹം വിശ്വസിക്കുകയാണ് ഈ യുദ്ധത്തിൻ്റെ കാഷ്വാലിറ്റീസ്, അതായത് ദ വാർസ് കാഷ്വാലിറ്റീസ് മേക്ക് ദ എൻഡ്സ് ജസ്റ്റിഫൈ. ഇതിൻ്റെ അവസാനം ജസ്റ്റിഫൈ ആക്കുന്നത് എന്തായിരിക്കും? വാറിൻ്റെ കാഷ്വാലിറ്റീസ് ആയിരിക്കും എന്ന് അദ്ദേഹം വിശ്വസിക്കുന്നു. ബെറ്റൈസ്ഡ് അനദർ ക്യാരക്ടറാണ്. ഇൻവേഡഡ് ദർ. ആ സമയത്ത് അദ്ദേഹം അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ഹൈലൈറ്റിംഗ് ദ നീഡ് ഫോർ എ ന്യൂ അലി. ഈ അലി എന്ന് പറയുന്നത് മിത്രം, അതല്ലെങ്കിൽ സഖ്യം എന്നുള്ള രീതിയിലൊക്കെ പറയാം. അപ്പോൾ ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞപ്പോൾ ഒരു വാർ ബാക്ക്ഗ്രൗണ്ടിലാണ് ഈ കാര്യങ്ങൾ, ഈ പ്ലോട്ടുകളെല്ലാം പോകുന്നത്.
Garrick suggests fabricating evidence of a Dominion plot to attack the Romulans. സോ ഗാരക്ക് എന്ത് ചെയ്യുകയാണ്? ഹി സജസ്റ്റ് ഫാബ്രിക്കേറ്റിംഗ് എവിഡൻസ്, അതായത് ഇല്ലാത്തൊരു കാര്യം അതായത് ഫാബ്രിക്കേറ്റ് ചെയ്തുണ്ടാക്കുക അല്ലേ, ഫാബ്രിക്കേറ്റ് ചെയ്തുണ്ടാക്കാൻ ഒരു എവിഡൻസ് അദ്ദേഹം ഉണ്ടാക്കുന്നു, ഒരു പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. എവിഡൻസ് ഓഫ് എ ഡൊമിനിയൻ പ്ലോട്ട് ടു അറ്റാക്ക് ദ റോമുലൻസ്. എന്തിനു വേണ്ടിയിട്ടാണ്? റോമുലൻസിനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ എങ്ങനെയെങ്കിലും റോമുലൻസിനെ പിന്നെ യുദ്ധത്തിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് ഇവരുടെ ലക്ഷ്യം. സിസ്കോ തിങ്സ് ടു റിജക്ട് ഗാരക്സ് പ്രപ്പോസൽ ആൻഡ് ഡിസൈഡ്സ് ടു പ്രൊസീഡ് ഡിസ്പൈറ്റ് ദ മോറൽ കോംപ്രമൈസ്. സോ സിസ്കോ പിന്നെ ആദ്യം അദ്ദേഹം ഗാരക്കിൻ്റെ പ്രപ്പോസൽ റിജക്റ്റ് ചെയ്യുന്നു, പക്ഷേ പിന്നീട് അത് പ്രൊസീഡ് ചെയ്യാൻ തീരുമാനിക്കുകയാണ്. ഓക്കെ, ഡിസ്പൈറ്റ് ദ മോറൽ കോംപ്രമൈസ്. ഒരു മോറൽ കോംപ്രമൈസിനൊന്നും തയ്യാറാവാതെ ഒരു തന്ത്രപൂർവ്വം അതല്ലെങ്കിൽ ഒരു നെഗറ്റീവ് അപ്രോച്ചിലൂടെ കാര്യങ്ങളെ സമീപിക്കുകയാണ്, നേരായ വഴിയിലൂടെ അല്ലാതെ. ദ പ്ലാൻ ഇൻവോൾവ്സ് കൺവിൻസിങ് റോമുലൻ സെനേറ്റർ. റോമുലൻ സെനേറ്ററായ വ്രീണക് അദ്ദേഹത്തിനെ കൺവിൻസ് ചെയ്യുക എന്നുള്ളതാണ് പ്ലാന്. ഓക്കെ, ആൻഡ് ക്രിയേറ്റ് എ ഹോളോഗ്രാഫിക് റെക്കോർഡിംഗ് ഓഫ് എ സീക്രട്ട് മീറ്റിംഗ്. അപ്പോൾ ഒരു സീക്രട്ട് മീറ്റിംഗ് അറേഞ്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു സീക്രട്ട് മീറ്റിങ്ങിന് വേണ്ടിയിട്ട് ഹോളോഗ്രാഫിക് റെക്കോർഡിംഗ് ഒക്കെ അവർ തയ്യാറാക്കുകയാണ്. ഗാരക് സീക്സ് ദ ഹെൽപ്പ് ഓഫ് ഈ ഹോളോഗ്രാഫിക് റെക്കോർഡിംഗ് എന്നൊക്കെ പറഞ്ഞാൽ നേരത്തെ പറഞ്ഞൊരു സയൻസ് ഫിക്ഷൻ ഫിലിമാണ്. അപ്പോൾ സയൻസിൻ്റെ ഒരു പ്രസൻസ് ഉടനീളം ഇതിലുണ്ട്. ഓക്കെ, ഹ്യൂമനോയിഡ് സ്പീഷീസ് അവരുടെ വാറാണെങ്കിലും ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ തന്നെ നൂതന സംവിധാനങ്ങളാണെങ്കിലും അതൊക്കെ അതിനെക്കുറിച്ചിട്ടുള്ള പരാമർശങ്ങളും അതിൻ്റെ ഉപയോഗങ്ങളൊക്കെ അതിൽ ഈ ഒരു സയൻസ് ഫിക്ഷൻ ഫിലിമിലുണ്ട്. അതുകൊണ്ട് തന്നെയാണല്ലോ സയൻസിൻ്റെ ഒരു ടച്ച് ഉള്ളത് കൊണ്ടാണല്ലോ ഇതിന് സയൻസ് ഫിക്ഷൻ ഫിലിം എന്നുള്ള കാറ്റഗറിയിൽ പെടുത്തുന്നത്. ഗാരക് സീക്സ് ദ ഹെൽപ്പ് ഓഫ് ഇംപ്രിസൺഡ് ഹോളോഗ്രാഫർ. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഗാരക് ഒരു ഇംപ്രിസൺഡ് ആയിട്ടുള്ള, അതായത് ഒരു കുറ്റവാളിയായിട്ടുള്ള അല്ലെങ്കിൽ ജയിലിൽ കഴിയുന്ന ഒരു ഹോളോഗ്രാഫർ ഉണ്ട്. അദ്ദേഹത്തിൻ്റെ പേരാണ് ഗ്രാദൻ ടോളർ. അദ്ദേഹത്തിന് സമീപിക്കുകയാണ്. പക്ഷേ ടോളർ കോസസ് ട്രബിൾ അറ്റ് ക്വാക്സ് ബാർ ആൻഡ് സ്റ്റാബിങ് ക്വാക്ക് ആഫ്റ്റർ എ കൺഫ്രോണ്ടേഷൻ. പക്ഷേ അദ്ദേഹത്തിന് സമീപിക്കുന്നുണ്ട്. പക്ഷേ ഈ ടോളർ എന്ന് പറയുന്ന ആൾ ഒരു ബാറിൽ, ക്വാക്സ് ബാറിൽ വെച്ചൊരു പ്രശ്നത്തിൽ വരികയും ഒരു ട്രബിളിൽ വരികയും അങ്ങനെ ക്വാക്ക് എന്ന് പറയുന്ന ഒരു ക്യാരക്ടറാണ് അദ്ദേഹത്തിനെ കുത്തി വീഴ്ത്തുകയും ചെയ്യുന്നുണ്ട്. ഓക്കെ, സിസ്കോ ഫേസസ് മോറൽ ഡിലമ്മാസ് ഇൻക്ലൂഡിങ് ബ്രൈബറി ടു കീപ് ടോളേഴ്സ് ആക്ടിവിറ്റീസ് ഡിസ്ക്രീറ്റ് ആൻഡ് പ്രിവെൻറ്റ് ക്വാർക്ക് ഫ്രം പ്രഷറിങ് ചാർജസ്. സോ ഈ ഒരു പ്രശ്നത്തിൽ നിന്നും, നേരത്തെ ക്വാക്സ് ബാറിൽ വെച്ച് നടന്ന ആ ഒരു പ്രശ്നത്തിൽ നിന്നും ടോളറിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട്, സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് സിസ്കോ നേരായ വഴിയിലൂടെ അല്ലാതെ ഈ പറഞ്ഞ പോലെ ബ്രൈബറി എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ പറഞ്ഞ പോലെ തന്നെ കൈക്കൂലി കൊടുക്കുക അല്ലേ, പണം കൈമാറ്റം ചെയ്യുക. അപ്പോൾ ആ രീതിയിൽ അദ്ദേഹം എന്ത് ചെയ്യുകയാണ്? കാര്യങ്ങൾ നീക്കുകയാണ് ഇദ്ദേഹത്തിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട്. ടു സേവ് ഓർ ടു കീപ് ടോളേഴ്സ് ആക്ടിവിറ്റീസ് ഡിസ്ക്രീറ്റ് ആൻഡ് പ്രിവെൻറ്റ് ക്വാർക്ക് ഫ്രം പ്രഷറിങ് ചാർജസ്. അദ്ദേഹം ചെയ്ത ഈ ഒരു തെറ്റിന് ശിക്ഷ നടപടികൾ പിന്നെ കൊടുക്കുന്നതിൽ നിന്നും എല്ലാം രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട്, ടോളറിനെ രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് ഇദ്ദേഹം പണം കൊടുക്കാൻ സമ്മതിക്കുന്നു, അല്ലെങ്കിൽ പണം കൊടുത്തുകൊണ്ട് ഇദ്ദേഹത്തിന് ടോളറിനെ രക്ഷിക്കാനായിട്ടുള്ള ശ്രമങ്ങൾ നടത്തുകയാണ്. ഹീ റെലുക്റ്റൻ്റ്ലി എഗ്രീസ് ടു കോക്സ് ഡിമാൻഡ്സ്. അപ്പോൾ അദ്ദേഹം മനസ്സില്ലാ മനസ്സോടെ, റിലക്റ്റൻ്റ്ലി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മനസ്സില്ലാ മനസ്സോടെ അദ്ദേഹം കോക്കിൻ്റെ ഡിമാൻഡുകളൊക്കെ അംഗീകരിക്കുന്നുണ്ട്. ആൻഡ് വൈൽ ഗാരക് റിക്വസ്റ്റ് ബയോമെട്രിക് ജെൽ. അപ്പോൾ അങ്ങനെ ഈ ഗാരക് ബയോമെട്രിക് ജെൽ, അവിടെ ഒരു ബയോമെട്രിക് ജെല്ലിന് അദ്ദേഹം ആവശ്യം പ്രകടിപ്പിക്കുന്നു. വിച്ച് ഈസ് ഇല്ലീഗൽ അണ്ടർ ഫെഡറേഷൻ ലോ. അത് അവിടെ ആ ഒരു ലൊക്കാലിറ്റിയിൽ അത് ഇല്ലീഗലാണ്, അത് കൊടുക്കാൻ പാടില്ല ബയോമെട്രിക് ജെൽ. പക്ഷേ സിസ്കോ ട്രേഡ്സ് ഇറ്റ്, അദ്ദേഹം അത് ട്രേഡ് ചെയ്യുകയാണ്. സോ ഇത് മനസ്സിലാക്കുന്ന ഡോക്ടർ ബഷീർ ഹി ഫയൽസ് എ കംപ്ലൈൻറ്റ് വിത്ത് സ്റ്റാർഫ്ലീറ്റ് മെഡിക്കൽ. ഈ സ്റ്റാർഫ്ലീറ്റ് എന്ന് പറയുന്നത് ഏലിയൻ എംപയർ ആണ്. അവിടെ അദ്ദേഹം ഒരു കംപ്ലൈൻറ്റ് കൊടുക്കുന്നു. ഇല്ലീഗലായിട്ട് ഈ പറയുന്ന ബയോമെട്രിക് ജെല്ല് ട്രേഡ് ചെയ്തിട്ടുണ്ട്, അതിൻ്റെ വിൽപ്പന നടന്നിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഒരു കംപ്ലൈൻറ്റ് ഫയൽ ചെയ്യുന്നു. ആൻഡ് ദാറ്റ് കോംപ്ലിക്കേറ്റിംഗ് സിസ്കോ സിറ്റുവേഷൻ, അത് ഈ സിസ്കോയുടെ സിറ്റുവേഷൻ കൂടുതൽ കോംപ്ലിക്കേറ്റ് ആക്കുന്നു. ആൻഡ് അതായത് ചുരുക്കി പറഞ്ഞിട്ടുണ്ടെങ്കിൽ 4 ഭാഗത്തു നിന്നും അദ്ദേഹത്തിന് പ്രഷർ വരാനായിട്ട് തുടങ്ങി. ഗാരക് ആൻഡ് ടോളർ ക്രിയേറ്റ് എ മോഡൽ ഓർ ടെസ്റ്റ് റൺ ഓഫ് എ ഡൊമിനിയൻ മീറ്റിംഗ്. അതോടൊപ്പം തന്നെ അതേ സമയത്ത് ഗാരക്കും ടോളറും ചേർന്നിട്ടൊരു ടെസ്റ്റ് റൺ അല്ലെങ്കിൽ ഒരു മോഡൽ, ഒരു ഡൊമിനിയൻ മീറ്റിങ്ങിൻ്റെ ഒരു മോഡലൊക്കെ അവർ പിന്നെ ചേരുന്നുണ്ട് അല്ലെങ്കിൽ സംഘടിപ്പിക്കുന്നുണ്ട്.
റീനക് ഇതൊക്കെ ഒരു പ്രിപ്പറേഷനാണ് കേട്ടോ, വാർ പ്രിപ്പറേഷനും മറ്റു കാര്യങ്ങളൊക്കെയാണ്. റീനക് അറൈവ്സ് വിത്ത് ലോ എക്സ്പെക്റ്റേഷൻസ് ആൻഡ് ഡിസ്ട്രസ്റ്റ് സ്റ്റാർഫ്ലീറ്റ് ആൻഡ് സിസ്കോ. റീനക് ആരാണെന്നുള്ളത് നമ്മൾ നേരത്തെ പറയേണ്ടായിരുന്നു. അദ്ദേഹം വരുന്നു. അദ്ദേഹം വന്നിട്ട് ഈ പറയുന്ന സ്റ്റാർഫ്ലീറ്റ് അതല്ലെങ്കിൽ സിസ്കോ ഇതിനോടൊന്നും ഒരു വിശ്വാസം അദ്ദേഹത്തിനില്ല, ഒരു ട്രസ്റ്റ് അദ്ദേഹത്തിനില്ല, അത് പ്രകടമാക്കുകയാണ്. സിസ്കോ ട്രൈസ് ടു കൺവിൻസ് ഹിം ടു ജോയിൻ ദ വാർ. പക്ഷേ സിസ്കോ അദ്ദേഹത്തിന് എങ്ങനെയെങ്കിലും ഒന്ന് കൺവിൻസ് ചെയ്തെടുക്കാനായിട്ട് വാറിൽ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് കൺവിൻസ് ചെയ്ത് എടുക്കുകയാണ്. ബട്ട് റീനക് ഈസ് സ്കെപ്റ്റിക്കൽ. പക്ഷേ അദ്ദേഹം റീനക് ഭയങ്കര സ്കെപ്റ്റിക്കലാണ്. സ്കെപ്റ്റിക്കലാണ്, എല്ലാത്തിനും സംശയത്തോട് കൂടിയിട്ട് നോക്കുന്ന ഒരാൾ. അപ്പോൾ അദ്ദേഹം ഈ പറയുന്ന സിസ്കോയെ വിശ്വസിക്കാൻ തയ്യാറല്ല. ആൻഡ് ഡിസ്കവേഴ്സ് എ ഫ്രോജറി ഇൻ ഡാറ്റ റോഡ്. അതുമാത്രമല്ല അദ്ദേഹം കണ്ടെത്തുകയാണ് ഡാറ്റ റോഡിൽ, അതായത് മെമ്മറീസും ഡാറ്റാസും ഒക്കെ കളക്ട് ചെയ്ത് വെക്കുന്ന, സേവ് ചെയ്ത് വെക്കുന്ന ഒരു ഡിവൈസ് പ്ലേസിൽ ഫ്രോജറി, തിരിമറി നടന്നതായിട്ട് അദ്ദേഹത്തിന് ശ്രദ്ധയിൽപ്പെടുകയാണ്. സോ ഫ്യൂരിയസ് റീനക് റിട്ടേൺസ് ടു റോമുലസ് ടു എക്സ്പോസ് ദ ഫ്രോഡ്. അങ്ങനെ അദ്ദേഹത്തിൻ്റെ പ്ലാനറ്റിലേക്ക് തിരിച്ചു വരികയും ഈ ഒരു ഫ്രോഡ് അല്ലെങ്കിൽ ഈ ഒരു ഇൻസിഡൻറ്റ് പിന്നെ എക്സ്പോസ് ചെയ്യുകയും ചെയ്യുന്നു, പുറത്തു പറയുകയും ചെയ്യുന്നു. ക്യാപ്റ്റൻ സിസ്കോ ട്രബിൾഡ് ബിറ്റ്വീൻ ഡ്യൂട്ടി ആൻഡ് മോറൽ പ്രിൻസിപ്പിൾസ്. ഇതെല്ലാം കൂടി ആർക്ക് പ്രശ്നമായി? സിസ്കോയ്ക്ക് പ്രശ്നമായി. ഞാൻ നേരത്തെ ഈ ഇൻട്രൊഡക്ഷൻ്റെ സമയത്ത് പറഞ്ഞതുപോലെ ഇത് സിസ്കോയ്ക്ക് വരുന്നൊരു ഡിലെമ്മ, അദ്ദേഹത്തിൻ്റെ സിറ്റുവേഷൻ പ്രോബ്ലമാറ്റിക് ആവുന്നതിനെ കുറിച്ചിട്ടാണ് ഈ ഒരു ചാപ്റ്റർ പറയുന്നത്. ഗാരക് അഡ്മിറ്റ്സ് ഓർഗനൈസിംഗ് ദി ഡിസ്ട്രക്ഷൻ ഫോർ റോമുലൻസ് വാർ പാർട്ടിസിപ്പേഷൻ ആൻഡ് ഇൻഫോംസ് സിസ്കോ ഓഫ് ടോളേഴ്സ് ഡെത്ത്. അതിനിടയിൽ നമ്മളുടെ ടോളർ മരണപ്പെടുന്നതായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ആ ഒരു വാർത്ത അറിയിക്കുന്നത്, ഇൻഫോം ചെയ്യുന്നത് ആരാണ്? ഗാരക്കാണ് സിസ്കോയെ ആ ഒരു വാർത്ത ഇൻഫോം ചെയ്യുന്നത്. പക്ഷേ ഈ ഒരു കാര്യം കേട്ട സമയത്ത് ഇറ്റ് മേക്സ് സിസ്കോ ആംഗ്രി ആൻഡ് വെരി വെരി ഡിസപ്പോയിൻറ്റഡ്. സോ ടോളർ മരണപ്പെട്ടു എന്നുള്ള വാർത്ത വളരെ ഡിസപ്പോയിൻ്റ് ചെയ്യുന്ന അദ്ദേഹത്തിനെ ദേഷ്യപ്പെടുത്തുന്നു. ഗാരക് എ മെറ്റിക്കുലസ് പ്ലാനർ. ഗാരക്കിനെ ഒരു മെറ്റിക്കുലസ് പ്ലാനർ ആയിട്ടാണ് ഇതിൽ പറയുന്നത്. അതായത് ഭയങ്കര സൂത്രശാലിയല്ല, കണ്ണിങ് ആയല്ല, എല്ലാത്തിനും ശ്രദ്ധയോടുകൂടി ഭയങ്കര കോൺസെൻട്രേഷനോട് കൂടിയിട്ട് എല്ലാതും പ്ലാൻ ചെയ്യുന്ന ഒരാൾ. ഹി അഡ്വൈസ്ഡ് ക്യാപ്റ്റൻ സിസ്കോ ടു വ്യൂ ബോത്ത് റോമുലൻസ് ആൻഡ് റീനക് ആസ് ട്രാജിക് വിക്ടിംസ് ഓഫ് വാർ. അപ്പോൾ അദ്ദേഹം പറയുകയാണ് റോമുലൻസും അതുപോലെ തന്നെ റീനക്കും ഒക്കെ അവരെങ്ങനെ കാണേണ്ടത്? ട്രാജിക് വിക്ടിംസായിട്ട് കണ്ടാൽ മതി, യുദ്ധത്തിൻ്റെ ട്രാജിക് വിക്ടിംസായിട്ട് കണ്ടാൽ മതി. അതായത് കൂടുതൽ ഇമോഷണൽ ആവേണ്ട കാര്യമില്ല എന്നുള്ള രീതിയിൽ പറയുകയാണ്. കൂടുതൽ ഇമോഷണൽ ആവേണ്ട കാര്യമില്ല, യുദ്ധമാണ്, വാറാണ്, ഒരുപാട് കാഷ്വാലിറ്റീസ് ഉണ്ടാകും, മരണങ്ങളുണ്ടാകും. അപ്പോൾ അതിൽ ഇപ്പോൾ പറയുന്ന റോമുലൻസ് ആണെന്നുണ്ടെങ്കിലും ആ ഒരു എംപയർ അല്ലെങ്കിൽ ആ ഒരു പ്ലാനറ്റ് ആണെങ്കിലും റീനക്ക് ആണെന്നുണ്ടെങ്കിലും അവരൊക്കെ ഒരു ട്രാജിക് വിക്ടിംസായിട്ട് കണ്ടാൽ മാത്രം മതി എന്ന് അദ്ദേഹം ഉപദേശിക്കുകയാണ്. Garak suggested that Sisko's conscience might be soothed by the potential for a war between the Romulans and the Dominion. So അദ്ദേഹത്തിൻ്റെ കോൺസെൻട്രേഷൻ ഫുള്ളും എവിടെ ആയിരിക്കണമെന്ന് പറയുകയാണ്? ദാറ്റ് ഷുഡ് ബി ഇൻ ദ വാർ ബിറ്റ്വീൻ റോമുലൻസ് ആൻഡ് ഡൊമിനിയൻ. അതിൻ്റെ ഇടയിലായിരിക്കണം അദ്ദേഹത്തിൻ്റെ കോൺസെൻട്രേഷൻ, നിങ്ങളുടെ കോൺസെൻട്രേഷൻ ഫുള്ളും എന്ന് ഗാരക്ക് ആരോട് പറയുകയാണ്? സിസ്കോയോട് പറയുകയാണ്. സോ സൂതഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സാന്ത്വനം, ആശ്വസിപ്പിക്കുക എന്നുള്ള രീതിയിലാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സിനൊരു ആശ്വാസം കിട്ടുന്നത് എപ്പോൾ മാത്രമാണ്? ഇപ്പോൾ ഈ പറയുന്ന റോമുലൻസും അതുപോലെ തന്നെ ഡൊമിനിയനും യുദ്ധം ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഒരു പൊട്ടൻഷ്യൽ, ആ ഒരു പൊട്ടൻഷ്യാലിറ്റി കണ്ടുകൊണ്ടായിരിക്കണം നിങ്ങൾ നിങ്ങളുടെ മനസ്സിനെ ആശ്വസിപ്പിക്കേണ്ടത് എന്നൊക്കെ ഒരു യുദ്ധതന്ത്രമായിട്ട് ഗാരക്ക് സിസ്കോയോട് പറഞ്ഞു കൊടുക്കുകയാണ്. സിസ്കോ ഫൈൻഡ്സ് വെരി സ്ട്രഗിൾ ടു അക്സെപ്റ്റ് ഹിസ് ഗിൽറ്റ്. സിസ്കോ ആകട്ടെ അദ്ദേഹത്തിൻ്റെ ഗിൽറ്റ് അത് അക്സെപ്റ്റ് ചെയ്യാൻ വളരെയധികം സ്ട്രഗിൾ ചെയ്യുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു ഡിലെമ്മ. അപ്പം അദ്ദേഹം ഈ പറഞ്ഞതുപോലെ അദ്ദേഹത്തിനൊരു ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യത്തിലേക്ക് എത്താൻ അദ്ദേഹം സ്വീകരിച്ച മാർഗം എന്ന് പറയുന്നത് തെറ്റായിപ്പോയിരുന്നു. പദവിക്ക് അനുസരിക്കാത്ത ഇല്ലീഗലായിട്ടുള്ള കുറേ കാര്യങ്ങൾ ചെയ്തുകൊണ്ടാണ്. അതിപ്പോൾ ഈ പറയുന്ന ബ്രൈബറി ആണെന്നുണ്ടെങ്കിലും ഫ്രോജറി ആണെങ്കിലും ക്രിമിനൽസുമായിട്ട് പിന്നെ ചങ്ങാത്തം കൂടിയിട്ട് യുദ്ധതന്ത്രങ്ങൾ മെനയുന്നതാണെങ്കിലും എല്ലാം റോങ് വേയിലൂടെയായിരുന്നു. സോ അതിൽ അദ്ദേഹത്തിന് കുറ്റബോധമുണ്ട്. പക്ഷേ ആ ഒരു കുറ്റബോധം അക്സെപ്റ്റ് ചെയ്യാൻ അദ്ദേഹം തയ്യാറാവുന്നുമില്ല. സോ അദ്ദേഹത്തിൻ്റെ മനസ്സിൻ്റെ ഒരു ഡിലെമ്മ, ദ സ്റ്റേറ്റ് ഓഫ് മൈൻഡ്, അതാണ് ഈ ഒരു ചാപ്റ്ററിൽ കാണിക്കുന്നത്.
ഇൻ ഹിസ് പേഴ്സണൽ ലോഗ് അദ്ദേഹം എന്ത് ചെയ്തു, അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ ലോഗിൽ ഹി അഡ്മിറ്റ്സ് ടു ലൈയിങ്, ചീറ്റിംഗ് ആൻഡ് ബ്രൈബിങ് മെൻ ടു കവർ ക്രൈംസ്. സോ അദ്ദേഹം ചെയ്ത എല്ലാ മിസ്റ്റേക്കുകളും അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ ലോഗിൽ അദ്ദേഹം രേഖപ്പെടുത്തി വെച്ചു. പക്ഷേ സിസ്കോ എറേസസ് ദ ലോഗ്. പക്ഷേ പിന്നീട് സിസ്കോ എന്ത് ചെയ്യുന്നുണ്ട്, ആ ഒരു ലോഗ് എറേസ് ചെയ്യുന്നുണ്ട്. ദാറ്റ് സിംബലൈസിങ് ഹിസ് അറ്റംപ്റ്റ് ടു അക്സെപ്റ്റ് റിയാലിറ്റി ആൻഡ് understands war makes even honorable individuals to confront their darker nature. സോ എത്ര വലിയ ഹോണറബിൾ ആയിട്ടുള്ള ആദരണീയനായിട്ടുള്ള ഒരു വ്യക്തിയാണ് എങ്കിൽ പോലും യുദ്ധം വന്നു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മുടെ ഡാർക്ക് സൈഡും അല്ലെങ്കിൽ ഡാർക്കർ നേച്ചറുമായിട്ട് നമ്മളൊരു മൽപ്പിടുത്തം നടത്തേണ്ടി വരും. അതായത് നല്ല രീതിയിലല്ലാതെ നമുക്ക് ചിലപ്പോൾ യുദ്ധതന്ത്രങ്ങൾ മെനഞ്ഞ് യുദ്ധത്തിനെ അപ്രോച്ച് ചെയ്യേണ്ടി വരും. അത് സ്വാഭാവികമാണ്, അതൊരു നേച്ചുറൽ പ്രോസസ്സാണ് എന്നുള്ള രീതിയിൽ അദ്ദേഹം ആ ഒരു കാര്യം അക്സെപ്റ്റ് ചെയ്യുന്നത് കൊണ്ടാണ്, അതിൻ്റെ ഒരു സിംബലൈസ് എന്നുള്ള രീതിയിലാണ് അദ്ദേഹം എന്ത് ചെയ്യുന്നത്, അദ്ദേഹം രേഖപ്പെടുത്തി വെച്ച ക്രൈമുകളൊക്കെ അദ്ദേഹം മായ്ച്ചു കളയുന്നത്. സോ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ചാപ്റ്ററിൽ ഇൻ ദ പെയിൽ മൂൺ ലൈറ്റ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ കൊടുത്തിട്ടുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇതൊരു വലിയ ഒരു TV സീരീസാണ്. അതിൻ്റെ ഇടയിൽ നിന്നും എടുത്ത ഒരു ഭാഗം മാത്രം പഠിക്കേണ്ടി വരുമ്പോൾ ഉണ്ടാകുന്ന കണ്ടിന്യൂറ്റി ഇല്ലാത്തത് കാരണം ഉണ്ടാകുന്ന ഒരുപാട് പ്രശ്നങ്ങൾ തീർച്ചയായിട്ടും, അതായത് കണക്ഷൻ്റെ ഒരു മിസ്സിങ് തീർച്ചയായിട്ടും സ്റ്റുഡൻസിന് ഈ ഒരു പാഠഭാഗം വായിക്കുന്ന സമയത്ത് ഉണ്ടാകും. സോ അതുകൊണ്ടാണ് കുറച്ച് സിംപ്ലിഫൈ എന്നുള്ള രീതിയിൽ, കുറച്ചൊന്ന് ബ്രീഫായിട്ടുള്ളൊരു സമ്മറി എന്നുള്ള രീതിയിൽ നമ്മൾ ആ ഒരു ചാപ്റ്ററിനെ ഒന്ന് അനലൈസ് ചെയ്ത് ഈ രീതിയിൽ വെച്ചിട്ടുള്ളത്. Hope you understood well. Thank you all. Bye.